എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യമായിട്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെക്ക് യുവർ റാങ്ക്, അതുപോലെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തോ നൽകി ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ, അതായത് ഒരു കോളേജിൽ, അതായത് ഒരു ജില്ലയിലെ ഒരു പോളിടെക്നിക് കോളേജിലെ ഒരു കോഴ്സിൽ നിശ്ചിത കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ജനറൽ കോട്ടയിൽ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിന് സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു സിവിൽ എഞ്ചിനീയറിൽ 1048 ആ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് സ്കോർ 9.000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ഒരു കോളേജിൻ്റെ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് AICTE എക്സ്റ്റൻഷൻ ഓഫ് അപ്രൂവലുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് കാനങ്ങാടിനെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 4-ാം തീയതിക്കകം ബന്ധപ്പെട്ട കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് റിപ്പോർട്ടോ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷൻ 2024-25 അന്തിമ റാങ്ക് ലിസ്റ്റും ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ റാങ്ക് ഡീറ്റെയിൽസും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന അപേക്ഷകർ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്രകാരം ചെയ്യാതെ അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാവുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും അവരെ ഒഴിവാക്കുന്നതും ആയിരിക്കും. നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായിട്ടുള്ള അപേക്ഷകർക്ക് അത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിലും ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിർത്തുകയും എന്നാൽ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള അപേക്ഷകർ ഏറ്റവും അടുത്ത ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ IHRD ഓർ CAP പോളിടെക്നിക് കോളേജിൽ ഇവയിൽ ഏതെങ്കിലും സ്ഥലത്ത് അസൽ, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഹാജരായി വെരിഫിക്കേഷൻ നടത്തി സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള അപേക്ഷകർ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതും അല്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റിൽ നിന്നും റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ നിലവിലെ ഓപ്ഷനുകൾ പുനഃക്രമീകരണം ചെയ്യുന്നതിനോ ഒഴിവാക്കുന്നതിനോ അതുപോലെ തന്നെ അഡ്മിഷൻ പോർട്ടലിലെ പാർഷ്യൽ ക്യാൻസലേഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്ന ലിങ്ക് വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനോ രജിസ്റ്റർ ചെയ്യാനോ താല്പര്യമുള്ളവർ 4/7/2024 4 മണിക്ക് മുമ്പ് ചെയ്യേണ്ടതാണ്. അതായത് അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനോ ഉള്ളവർ ആ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായിട്ട് പുനഃക്രമീകരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.